ഒരു കാലൊന്ന് ഉളുക്കി നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കാലം ഉളുക്കി നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? കിടക്കുവോ കെട്ടുമ്മല്? ഇല്ല. ഒരു വടി ഉപയോഗിച്ച് നടക്കാൻ ശ്രമിക്കും അല്ലേ? ഒരു കാലം മുറിച്ചു നിങ്ങൾ എന്ത് ചെയ്യും? ബാക്കി കാലോട് നിൽക്കാൻ ശ്രമിക്കും. ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനി അതാ എന്നോട് പറഞ്ഞത്, അതിന് സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കണം. വീട്ടിനകത്ത് ജീവിതം, ജീവൻ രണ്ട് സാധനം ഉണ്ടാവും. നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളില്, നിങ്ങളെ ഫ്ലാറ്റിൻ്റെ ഉള്ളില് രണ്ട് സാധനങ്ങൾ ഉണ്ടാവും. ഒന്ന് ജീവിതം, രണ്ട് ജീവൻ. എത്ര ജീവനുണ്ട് നിങ്ങളെ ഫ്ലാറ്റില്? 4, 5, 2 അല്ലേ? അത്രയും ജീവനുണ്ട്. ജീവിതം ഉണ്ടോ? ഉണ്ടോ? നിങ്ങളെ പറിച്ചുണ്ടാക്കിയത് ദുബായിലെ കമ്പനിക്ക് പണിയെടുക്കാന്? ജീവിതം ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം. ഞാൻ പറഞ്ഞത്, നാട്ടിലെ മാവ് ഇവിടെ കുഴിച്ചിട്ട് വലുതാക്കി അയിമല് ഞവനെ കയറ്റുമ്പോഴേക്ക് നിങ്ങളെ കുട്ടി കല്യാണം കഴിച്ച 2 കുട്ടികളായി ഉണ്ടാവും. അതൊന്നും നടക്കൂല. നമ്മൾ ഈ പരിമിതിയെ മറികടക്കാനുള്ള വഴി തേടണം. അതെന്താ വഴി? ഇതിൻ്റെ ഉള്ളിൽ ജീവിതം ഉണ്ടാക്കാന്നാണ്. ജീവൻ ഉള്ള ഈ വീട്ടിൽ ജീവിതം ഉണ്ടാക്കുക. അതെങ്ങനെ ഉണ്ടാക്കുക? ഒരുമിച്ച് നിൽക്കുക. മാക്സിമം സമയം മക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് അവരോട് മുഖാമുഖം സംസാരിക്കാൻ ശ്രമിക്കുക. ഉമ്മയും ബാപ്പയും മക്കളും ഒരുമിച്ചിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ്. അല്ലാത്ത നാട്ടിലെ മാവും പ്ലാവും ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടൊന്നും കഴിയില്ല. അതൊക്കെ ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്. കണ്ടോ? ഇതുണ്ടാക്കാൻ ശ്രമിച്ചാൽ മതി. ഇതുണ്ടോ നമ്മുടെ വീട്ടില്? അത് നോക്കുക. അപ്പൊ കുട്ടി നന്നാവും. വീട്ടിലെ നിങ്ങളെ വീട് പ്ലാൻ വരയ്ക്കൂലേ? വരയ്ക്കുമ്പോ സിറ്റ് ഔട്ട് അല്ലേ? വീട്ടിലില്ലേ? ഇല്ലേ? ഡൈനിങ് ഹാൾ വീട്ടിലില്ലേ? ഈ കിച്ചൺ, ബെഡ്റൂം ഒക്കെ ഉണ്ട്. ഈ സോഫയുടെ റൂമിന് എന്താ പേര് പറയാ? എന്താ ലിവിങ് റൂം. മറ്റോടത്തൊക്കെ ബെഡ്റൂം, പിന്നെ ഷവർ റൂം അല്ലേ? എത്തലും മരിക്കലും പിറ്റേന്ന് എണീക്കുള്ളൂ. ബാക്കിയൊക്കെ അടുക്കളയിൽ ഇവിടെ മാത്രം എന്തോ ഒരു ലിവിങ് റൂം. എന്താ നിങ്ങളെ വീട്ടിലും ലിവിങ് റൂം ഉണ്ടോ? എന്തുകൊണ്ടാണ് അത് ലിവിങ് റൂം ആയത്? എന്താ? അവിടെയാണ് ജീവിതം ഉണ്ടാവേണ്ടത്. സോഫ ഉണ്ട് അല്ലേ? ഇല്ലേ? എന്തിനാ ഈ സോഫ? വരുന്നവർക്ക് ഇരിക്കാനോ? പിന്നെ ഒരു സമയം, എപ്പോഴെങ്കിലും ഒരു സമയം, അത് രാവിലെ ആവട്ടെ രാത്രിയാവട്ടെ ജോലി കഴിഞ്ഞ് വന്നിട്ടാവട്ടെ, ഒരു 20 മിനിറ്റോ 30 മിനിറ്റോ എൻ്റെ പ്രിയമുള്ളവരെ ഒരുമിച്ചിരിക്കാൻ സമയം കണ്ടെച്ചു നോക്ക്. യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഒരുമിച്ച് ആ സമയം ഭാര്യ അടുക്കള നിൽക്കരുത്, നിങ്ങൾ ഫോണ് കയ്യിലെടുക്കരുത്, മക്കൾ പഠിക്കരുത്. ഞാനൊരു CBSE സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയി. CBSE സ്കൂളിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ തൊട്ട് മുമ്പ് അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ പ്രസംഗമാണ്. മൂപ്പര് കണ്ട് എണ്ണീറ്റിട്ട് മൂപ്പരെ പ്രസംഗ, മക്കൾ CBSE ആണ് പഠിക്കുന്നത്, ഓർമ്മ വേണം. പ്രിൻസിപ്പാള് എന്നിട്ട് അടുത്ത് എന്താണെന്നറിയോ? അവർക്ക് ഒരു ദിവസം 5 മണിക്കൂറെങ്കിലും പഠിക്കാൻ നിങ്ങൾ കൊടുക്കണം. 6 മണിക്കൂർ സ്കൂളിലുള്ള കുട്ടിയാ. അവൻ 7 മണിക്ക് വീട്ടിലെത്തും. 8, 9, 10, 11, 12 പഠിക്കാൻ കൊടുക്കണം. ഞാൻ പ്രസംഗിക്കാൻ എണീച്ച് ആദ്യം തന്നെ പറഞ്ഞു, എന്താ 3 മണിക്കൂറൊക്കെ പഠിച്ചാൽ മതി, 2 മണിക്കൂർ കുട്ടിയെ നിങ്ങൾ കൂടെ നിർത്തണം. ഇതാ സ്ട്രാറ്റജി. അല്ലെങ്കിൽ ഈ കുട്ടിന് എന്തിനാ പറ്റും? പെൺകുട്ടി വീട്ടിലുണ്ടാവും, എല്ലാം വെച്ച് വിളമ്പി സ്പൂണ് കോരി അതിന് കൊടുക്കരുത്. രാവിലെ 7 മണിക്കാണ് സ്കൂളെങ്കിലും അവളുടെ ജീവിതത്തെ മാനേജ് ചെയ്യാൻ അവളെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ആ കുട്ടിക്ക്. നോ റെസ്പോൺസിബിലിറ്റി. ഇത് ഉമ്മ ഇങ്ങനെ മോള് യൂണിഫോം ഇട്ടിട്ടോ ഉമ്മ കോരിങ്ങനെ നിൽക്കുക. സ്കൂളിൽ പോയിക്കോ, ബാഗ് എന്താ തോളിട്ടോ. നിങ്ങളെ ഗൾഫുകാരെ കുട്ടികളൊക്കെ പോയി ചിന്തിക്കണം എന്താ അറിയോ? ഒരാൾ കുളിപ്പിച്ചും കൂടി തിന്നിനെങ്കിൽ എത്ര സുഖം. ഇനിന്നാ
അത് മാത്രം അപ്പൊ കുട്ടി ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അപ്പിട്ട ഒന്ന് കഴുകും, പിന്നെ കുളിപ്പിക്കും. അതും കൂടി ഉമ്മ ചെയ്തെന്ന ഓനിങ്ങനെ നിന്നാ മതിയായിരുന്നു അല്ലേ? നോക്കൂ, ബ്രിട്ടനിൽ ഇപ്പോഴും രാജഭരണമാണ്. ബ്രിട്ടീഷ് രാജാവ്, ഇപ്പൊ രാജാവിന്റെ പേരെന്താ? ചാൾസ്. ആ എലിസബത്ത് രാജ്ഞി മരിച്ച് ചാൾസ് രാജാവായി അല്ലേ? ആയില്ലേ? ഇനി നിങ്ങൾ നോക്കണേ, ഇതൊന്നും തീരൂലേ, പണിക്കൊണ്ട് നിങ്ങൾക്ക്. അപ്പൊ എലിസബത്ത് രാജ്ഞി മരിച്ചു, ചാൾസ് രാജാവായി. ചാൾസിന് മക്കളുണ്ടോ? ഉണ്ട്. ചാൾസിന്റെ മക്കളുടെ അമ്മയാണ് ഡയാന. ഡയാന അവിടെ മരിക്കുമ്പോ ചാൾസിന്റെ ഭാര്യയായിരുന്നു? അല്ല, ചാൾസ് രാജകുമാരൻ ഡയാനയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ഒരു സൗന്ദര്യ മത്സരത്തിൽ നിന്നാണ് ഡയാനയെ കാണുന്നത്. ഡയാന സർവ്വസാധാരണയായ ഒരു പെണ്ണാണ്. സാധാരണ കുടുംബം, ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വളർന്നൊരു കുടുംബത്തിലെ പെണ്ണാണ്. ഇതിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് ചാൾസ് കല്യാണം ആലോചിക്കാണ്. കല്യാണം കഴിച്ച് രാജകൊട്ടാരത്തിലെ സകല സൗകര്യങ്ങളും ഈ പെണ്ണ് വരികയാണ്. സ്വപ്നതുല്യമായ ജീവിതം. പക്ഷേ 2 മക്കളെ പ്രസവിച്ച് ഡയാന രാജകുമാരി ചാൾസ് രാജകുമാരനെ വിട്ടിറങ്ങാണ്. ഡിവോഴ്സ്ഡ്. ഇങ്ങനല്ലേ കഥ അല്ലേ? ഇതിനെക്കുറിച്ച് പല പത്രക്കാരും ഡയാനയോട് ചോദിച്ചു, പറഞ്ഞില്ല. മരിക്കുന്നതിന് കുറച്ച് മുമ്പ് ഡയാന വെളിപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ചാൾസ് ഒരു പാവമായിരുന്നു. പിന്നെന്തിനാ ഡൈവോഴ്സ് ആയത്? ചാൾസ് രാജകുമാരൻ കിടന്നുറങ്ങും. രാജകുമാരനാണ്, അമ്മ രാജ്ഞിയാണ്. കിടന്നുറങ്ങി ഇയാൾ എഴുന്നേൽക്കുന്നത് ഇങ്ങനെ കാത്തിരിക്കും. ആര്? ഭാര്യയെ അല്ല, പരിചാരകന്മാര്. കണ്ണ് തുറന്നാൽ ഒരാള് ബ്രഷ് കൊടുക്കും, സാർ. വേറൊരാള് അയാളുടെ ബാത്റൂമിക്ക് നയിക്കും, സാർ. കുളിച്ച് വരുമ്പോ ഗൗണും ഇന്നർവെയറും ഇട്ടിട്ട് അയാൾ വരിക. അയാളെ ഡ്രസ് ചെയ്യാൻ ഒരാള്, ഷൂട്ട് കൊടുക്കാൻ ഒരാള്. ഡയാന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഈ മനുഷ്യൻ പിന്നെ ഇങ്ങനെയല്ലാതിരിക്കാന്ന്? മനസ്സിലായില്ലേ? നിങ്ങളെ കുട്ടീനെ കുറിച്ച് ആലോചിച്ച് നോക്കിയാ, നിങ്ങളെ കുട്ടി ചാൾസ് ആണോ ഡയാനയാണോ? അല്ലോ, എല്ലാം ഒരുക്കി കൊടുത്തപ്പോ ഒരു മനുഷ്യൻ, അയാൾ കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ല. ഒരു പെണ്ണിന് പിരിഞ്ഞു പോവാണ്, രാജാവാണ്. അപ്പൊ കുട്ടികൾക്ക് ഒരിത്തിരി ഉത്തരവാദിത്തങ്ങൾ നൽകുക, കൂടെ ഇരിക്കുക. അതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. 1/2 മണിക്കൂറെങ്കിലും കുട്ടീൻ്റെ കൂടെ ഇരിക്കുക, സംസാരിക്കുക. അപ്പോ കാര്യങ്ങള് പിന്നെ ഒക്കെ ആവും. അവിടെ കിട്ടാത്തത് ഇവിടെ കിട്ടും. എന്നിട്ട് ഈ പഠിപ്പിനെ കുറിച്ചും ദീനിനെ കുറിച്ചും അല്ലാത്തത് സംസാരിക്കുക. എന്താ മോനെ മെസ്സിന്റെ ഗോള് സൂപ്പറായിരുന്നു കേട്ടോ, പക്ഷെ കളി ബ്രസീലാട്ടോ. ഇത് ഡിസ്കസ് ചെയ്യുക കുട്ടികളോട്. ഇത് നിങ്ങൾ എവിടെ ഡിസ്കസ് ചെയ്യല്? ഏതെങ്കിലും ഹോട്ടലിൽ പോയിരുന്ന് നിങ്ങളെ ഫ്രണ്ട്സിനോട് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളെ ഫ്രണ്ട്സും നിങ്ങളും തമ്മിൽ നല്ല ബന്ധമായിരിക്കും. കുട്ടികളും തമ്മിലോ? ഓനെ കാണുമ്പം സ്കെച്ചോ, ഒമ്പറ്റോ, പ്രാർത്ഥിച്ചോ, പഠിച്ചോ, കഴിഞ്ഞ്. പിന്നെ എങ്ങനെ കുട്ടി വന്നപ്പോ അവിടെ മാവൊന്നും കുഴിച്ചിടണ്ട. നിങ്ങള് അപ്രോച്ച് ഒന്ന് മാറ്റിയ കുട്ടി ഓക്കെയാണ്. ഇനി അനിസ്ലാമിക കാര്യങ്ങളോടുള്ള താല്പര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം? സിനിമ, മ്യൂസിക്, ഡ്രസ് കോഡ്, റൈറ്റ്? ഇത് വലിയൊരു പ്രശ്നമാണ്. ഒരു കുട്ടിക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും. ഇത് കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നല്ല പർദ്ദട്ട ഒരു ഉമ്മ, താടി വെച്ച ഒരു ബാപ്പ, രണ്ടാളും തമ്മിൽ എപ്പോഴും കച്ചറ. ആ താടിയോട് കുട്ടിക്ക് താല്പര്യം ഉണ്ടാവും? പർദ്ദയോട് ഉണ്ടാവും? മറിച്ച് ഉമ്മ ബാപ്പ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട സാധനം എന്താ, കാണിച്ചു കൊടുക്കേണ്ടത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഉത്തരം. അതാ ഉത്തരം. പിന്നെ പെട്ടെന്ന് ഒരു കാര്യം നമ്മൾ വിരോധിക്കരുത്.
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഇസ്ലാം എങ്ങനെ മദ്യം നിരോധിച്ച്? ഒരു ദിവസം കണ്ട് വന്നാണ് നബി തൊട്ടു പോവരുത്, ഇതാ എങ്ങനെ നിരോധിച്ച്? എങ്ങനെയാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അല്ലേ, വളരെ സ്നേഹത്തോടെ പതുക്കെ. ഇതാണ് എല്ലാറ്റിൻ്റെയും രീതി, ഇതാ രീതി. അപ്പോ ഇതിനോടൊക്കെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ സിനിമ കണ്ടിരുന്നോ? ഇല്ലേ? ഉണ്ട്. പാട്ട് കേട്ടണോ? ഉണ്ട്. എന്നിട്ട് ഇപ്പൊ നന്നായോ? എപ്പോഴാ നന്നായത്? ഇത് ശരിയാണ് തെറ്റാണ് എന്നൊക്കെയുള്ള ബോധം സ്വയം വന്നപ്പോ അല്ലേ? അപ്പോഴല്ലേ ഇത് കുട്ടിയിൽ വരുത്തലാണ് പ്രധാനം. ഇതെന്താ സ്ഥിതി എന്നറിയോ? നിങ്ങളൊക്കെ ബാപ്പായപ്പോഴേക്ക് നിങ്ങൾക്കണ്ട് ദീന് കിട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്കണ്ട് എന്താ പറയാ അതിന്റെ ടോപ്പിലെത്തി ദീനിന്റെ. എന്നിട്ട് പിന്നെ കുട്ടി 5-ാമത്തെ വയസ്സിൽ ഹാഫിളാവണം, 7-ാമത്തെ വയസ്സിൽ മക്കത്തെ ഇമാമാവണം. നടക്കൂല, നടക്കൂല. കുട്ടിയാണ്, അതിനെ സ്നേഹിക്കുക, കൂടെ നിർത്തുക. ജീവിതം, ബാപ്പാന്റെ ജീവിതം അടിപൊളിയാണെന്ന് കുട്ടിക്ക് തോന്നുമ്പോൾ കുട്ടി അങ്ങനെ ഫോളോ ചെയ്യും. മറിച്ച് നിസ്കരിക്കുക, നോമ്പൊലിക്കുക, ഇതൊക്കെ കുട്ടിക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് തോന്നുന്നതെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യുക? നിങ്ങളത് ബുദ്ധിമുട്ടല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചു ഇല്ലേ? തൻ്റെ വീട്ടിൽ റൂമിൽ മണിയറയിൽ ആദ്യ രാത്രി ആരുടെ? ഫാത്തിമയുടെയും അലിയുടെയും സുബൈയായി. റസൂൽ എന്താ ചെയ്തതെന്നറിയും? അതായത് നേരെ ചെന്ന് ഫാത്തിമന്റെ വാതിലിൽ മുട്ടി. പുതിയാപ്പിളയും പെണ്ണുങ്ങളും ആദ്യ രാത്രി കിടക്കുന്ന വാതിലിന് നിങ്ങളാരെയും മുട്ടോ? ഇല്ല. വാതിലിന് മുട്ടി. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ എഴുന്നേൽക്ക്, സുബൈയായി എന്ന്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കല്യാണം കഴിഞ്ഞാലും ഇത് പറയുക എന്നത് ബാപ്പാന്റെ കടമയാണ്. എന്തുകൊണ്ടായിരിക്കും ആ ബാപ്പ വാതിലിന് മുട്ടിയപ്പോ ഫാത്തിമ തുറന്നാണ്ട് ഉളുപ്പുണ്ടെന്നിട്ട് പറയാന്? കാരണം ആ റസൂല് തൻ്റെ മകളെ അത്രയും എത്രയുണ്ട് അത്രയും സ്നേഹിച്ചു. ഉണ്ടോ? സ്നേഹിച്ചു, ബഹുമാനിച്ചു. മരിക്കാൻ വേണ്ടി റസൂല് കിടക്കണ സമയത്ത് റസൂലിന്റെ അടുത്തേക്ക് റസൂല് വിളിച്ചത് ഭാര്യമാരുണ്ടായിരുന്നു, അവരെയല്ല. അറിയാം മോളാണ്. സ്നേഹം നോക്കുകള്. മോള് ചെന്നിട്ട് റസൂലിന്റെ ചുണ്ടിന്റെ അടുത്ത് ചെവി ഇങ്ങനെ വെച്ചെടുക്കണ്. എന്താ വാപ്പ പറയണെന്ന് കേൾക്കാൻ. മരിക്കാൻ പോകണു. അപ്പോ ഫാത്തിമ ആദ്യം കരഞ്ഞു, പിന്നെ ചിരിച്ചു എന്നാ ചരിത്രം. എന്തിനാ കരഞ്ഞെന്നറിയും? ചെവിയിൽ റസൂല് പറയാണ്, മോളെ വാപ്പ പോവാണ്, കഴിഞ്ഞു വാപ്പന്റെ. അപ്പോഴാണ് ഫാത്തിമ കരഞ്ഞു പോയത്. വാപ്പല്ലാതെ നിന്ന് ഇങ്ങനെ ജീവിക്കാൻ. സ്നേഹാണത്. പിന്നെ ഫാത്തിമ ചിരിച്ചു. എപ്പോഴാ ചിരിച്ച്? ആ ചെവിയിൽ റസൂല് രണ്ടാമത് പറഞ്ഞു, മോളെ നീയാണ് വാപ്പാന്റെ അടുത്തേക്ക് ആദ്യം വരികയെന്ന്. എന്റെ അർത്ഥം എന്താ? വാപ്പ കഴിഞ്ഞ അടുത്ത മരണം ആയിരുന്ന ആരുതാ? ഫാത്തിമ ചിരിച്ചു. മരിച്ചാലും വേണ്ടില്ല, ആ വാപ്പാന്റെ കൂടെ നിന്നാ മതി എന്നാ ഫാത്തിമ പറഞ്ഞേ. കണ്ടോ എത്ര സ്നേഹം റസൂല് സ്നേഹിച്ചു. അപ്പോ വാതിലിന് മുട്ടിയപ്പോ കുഴപ്പമില്ല. ഉണ്ടോ? അടിച്ചാ കുഴപ്പമില്ല. ഉണ്ടോ? ചീത്ത പറഞ്ഞാൽ കുഴപ്പമില്ല. ഉണ്ടോ? ഇത് മാത്രമാകുമ്പോഴോ കറിയിൽ മുളക് കൂടും, ഉപ്പ് കൂടും. ആ പ്രശ്നം. നിങ്ങൾ ആദ്യം സ്നേഹിക്കുക കുട്ടികളെ. അപ്പൊ എല്ലാ അനിസ്ലാമികതയും നിങ്ങൾ പറഞ്ഞാൽ കുട്ടി കേൾക്കും, കുട്ടിക്ക് അത് മനസ്സിലാകും, ബോധ്യപ്പെടും. ഇനി ദീന് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിപ്പോ ഒരു മദ്രസയാണ്. നിങ്ങളെ കുട്ടിക്ക് സ്കൂളിൽ പോകണ്ടോ? ഉണ്ടോ? സ്കൂളിൽ പോകണ്ടോ? എത്ര ഫീസാ സ്കൂളിൽ? ഇതെപ്പോഴാ അടയ്ക്കല്? സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്ന് എത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഫീസ് അടയ്ക്കും?
പറഞ്ഞ ഒരു ദിവസം മുമ്പ് ഇത് മദ്രസയാണ്, ഇവിടുത്തെ ഫീസുകൾ അടക്കില്ലല്ലോ ഉണ്ടോ? നിങ്ങൾക്കറിയോ ഫീസ് അടയ്ക്കാൻ വേണ്ടി വിളിക്കാൻ ഒരാളെ പൈസ കൊടുത്ത് ഇവിടെ ജോലിക്ക് ചെയ്യുന്നു. എന്നിട്ട് മൂപ്പർക്ക് എന്താ പണി അറിയോ? ഹലോ, ഫീസ് അടയ്ക്കണ്ടേ? ആ അടയ്ക്കാനോ, ശരി, പിറ്റേന്നു ഫീസ് അടയ്ക്കണ്ടേ? ഇതിനൊരാളെ ഇവിടെ ജോലിക്ക് ചെയ്യുന്നത്. ദീൻ പഠിപ്പിക്കാൻ എത്ര ഇമ്പോർട്ടൻസ് അങ്ങൾ കൊടുക്കണ്? ചോദ്യം എന്താ അറിയോ നിങ്ങൾക്ക്? എന്താ കുട്ടികൾക്ക് അനിസ്ലാമിക കാര്യങ്ങളോടുള്ള താല്പര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം? ഫീസ് അടയ്ക്കണം. എന്നിട്ട് ദീൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളെ സ്കൂളിനേക്കാൾ മനോഹരമായി വളർത്തണം. കുട്ടിയെ നിങ്ങൾ ഒരു പുതപ്പ് കൊണ്ട് മൂടണം. ആ പുതപ്പിന്റെ പേരാണ് ദീൻ എന്ന്. അപ്പോ തെറ്റെന്ത് ശരി എന്ത് എന്ന് മനസ്സിലാവും. അതിനുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് നടത്തിക്കൊണ്ടുപോകാൻ ചക്രശ്വാസം വിൽക്കുക കണ്ടോ? അപ്പൊ ഇതും കൂടി ഇതിന്റെ കൂടെ പറഞ്ഞു കൊടുക്കണം. ബാപ്പ ഉമ്മ, ഉമ്മാന്റെ ബാപ്പാന്റെ മുഖത്ത് നോക്കി ഛേ എന്ന് വിളിക്കരുത് എന്ന് CBSE പുസ്തകത്തിലില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ബാപ്പാനും ഉമ്മാനെയും ബഹുമാനിക്കണം, സ്നേഹിക്കണം. നിന്റെ ചിറകുകൾ നിനക്ക് അവര് താഴ്ത്തി തന്ന പോലെ നീ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണമെന്ന് CBSE സിലബസിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടോ? ഇത് പഠിപ്പിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? എത്ര ഉണ്ട് എന്ന് ഇപ്പൊ ആ ഫീസിന്റെ രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ കാണാം എത്ര ഉണ്ട് കണ്ടോ? മദ്രസ നടത്തല് ഇസ്ലാഹി സെന്ററിന്റെ ബാധ്യതയാണ്. ഫീസ് കൊടുക്കാക്കല്ലോ നിങ്ങളും ബാധ്യത അല്ലേ? അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ ഇടയ്ക്കിടക്ക് ഇത്തരം കാര്യങ്ങൾ കുട്ടിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തണം എന്നാണ് പറഞ്ഞത്. ഇനി മക്കൾ തന്നോളം വളരുമ്പോ താൻ എന്ന് വിളിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. എത്ര വയസ്സാകുമ്പോഴാണ് അവർക്ക് ഫ്രീഡം, ഇൻഡിവിജ്വൽ, അഡൾട്ടായി കാണേണ്ടത്? 21 വയസ്സുള്ള മകന്റെ കയ്യിലുള്ള ഫോൺ രാത്രി കൊടുക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ചോദിക്കുന്നത് എന്ന്. അതിനെ ഞങ്ങളോട് ഉത്തരം പറഞ്ഞത്, നിങ്ങൾ എപ്പോഴാണ് പോറ്റി തീരുക? ഞാൻ ആദ്യം പറഞ്ഞതാ, 18 വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾ പോറ്റി തീരുമോ? എപ്പോഴാണ് ഒരു മകൾക്ക് ഫ്രീഡം കൊടുക്കേണ്ടത്? എപ്പോഴാണ് കൊടുക്കേണ്ടത്? എന്താണ് ഈ ഫ്രീഡം? 2 വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ട ബാപ്പയമ്മി മനസ്സിലാക്കുക. ഫ്രീഡം, ലിബർട്ടി. ഒന്നൊരു പറയാം, ഫ്രീഡം, ലിബർട്ടി. എന്താ ലിബർട്ടിയും ഫ്രീഡവും തമ്മിലുള്ള വ്യത്യാസം? ഫ്രീഡം തന്നെ എന്താ? സ്വാതന്ത്ര്യം. ലിബർട്ടിയോ? സ്വാതന്ത്ര്യം. അതിനൊരു വാക്ക് പോരെ? എന്താ വ്യത്യാസം? സ്വാതന്ത്ര്യം എന്നത്, ഫ്രീഡം എന്നത്, there are some controls. India got dash in 1947. Liberty? No, freedom. എന്താ? ഒരുപാട് നിയമങ്ങളാണ്. അതിനാണ് ഫ്രീഡം എന്ന് പറയാ. ലിബർട്ടിയോ? ലിബർട്ടി ഈസ് ഫ്രീഡം വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ. അതിനാണ് ലിബറൽ തോട്ട് എന്ന് പറയാ. ഫ്രീഡം ആർക്കുമുണ്ട്, ലിബർട്ടി ഇല്ല. എനിക്ക് വയസ്സ് 45. ഞാൻ എൻ്റെ വാപ്പനെ അനുസരിക്കണ്ടേ? വേണ്ടേ? 45 നിങ്ങളെ പണിയെടുത്തോളി പറയാൻ പറ്റുമോ? അപ്പൊ എത്ര വയസ്സിലാണ് എനിക്ക് ഫ്രീഡം കിട്ടുക? നിങ്ങൾ അത് പറഞ്ഞിരുന്നിട്ട് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് പറയാം. എൻ്റെ വാപ്പ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അൽഹംദുലില്ലാ, ആരോഗ്യത്തോടെ. എൻ്റെ വാപ്പ അല്ലേ? എനിക്ക് എപ്പോഴാ ഫ്രീഡം കിട്ടുക? എപ്പോഴാ കിട്ടുക? എൻ്റെ വാപ്പി ഇനി മരിക്കാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് ഫ്രീഡം കിട്ടാം. ഇനി ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ഫ്രീഡം കിട്ടുക? ദെർ ഈസ് നോ സച്ച് ഫ്രീഡം. അപ്പോ കൺട്രോൾസ് ഉണ്ടാവണം. 21 വയസ്സ് മോനുണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയണം, എടാ നീ കിടന്നുറങ്ങ്, ഫോണും എടുത്ത. അല്ലെങ്കിൽ അവൻ ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എപ്പോഴും മനുഷ്യൻ തെറ്റിപ്പോവും. കല്യാണം കഴിച്ചവർ തെറ്റിപ്പോവും. എന്നിട്ടല്ലേ കല്യാണം കഴിക്കാത്ത മക്കൾ ഉണ്ടോ? ഇനി ഞാൻ എന്നോട് ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഫ്രീഡം ഉണ്ടോ?
ആണുങ്ങൾക്ക് ഫ്രീഡം ഉണ്ടോ? ഇല്ലല്ലോ. ഭാര്യ നിങ്ങളെ നിയന്ത്രിക്കില്ലേ? ഭർത്താവ് ഭാര്യ നിയന്ത്രിക്കില്ലേ? എവിടെ ഫ്രീഡം? ഇതാണ് ജീവിതം. കണ്ടോ, ഇത് ഫ്രീഡം അല്ല, ഇത് നമ്മളൊരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. കമ്മിറ്റ്മെന്റ്. ചില ഭർത്താക്കന്മാരുണ്ട് വെറുതെ ഇങ്ങനെ ടൈറ്റാക്കും ഭാര്യനെ, വൃത്തിയിട്ട സ്വഭാവം അല്ലേ? അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് പോണ്ട, ഇപ്പം വേണ്ട, ഞാൻ ഒന്ന് അങ്ങോട്ട് പോയാലോ, ഇപ്പം വേണ്ട, നാളെ പോയിക്കോ, ഇന്ന് പോണ്ടിട്ട് നാളെ പോയാൽ മതി. വെറുതെ ഇങ്ങനെ അധികാരം പ്രയോഗിക്കുക, വൃത്തികെട്ടൊരു സമ്പ്രദായം ഉണ്ടോ? ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ നമ്മൾ നല്ല സ്നേഹവും പരിഗണനയും ഇതൊക്കെ കുട്ടിക്ക് കൊടുത്താൽ ആ കുട്ടി നമ്മുടെ കൂടെ നിൽക്കും. അതിനുള്ള വഴിയാണ് നിങ്ങൾ ഒരുക്കേണ്ടത് എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പാഠം. എന്തൊക്കെ കുറവുകൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുമ്പം ഉണ്ടോ അത് നികത്താൻ എന്തെങ്കിലുമൊക്കെ ചെറുതെങ്കിലും ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇവിടെ കൊണ്ടുവന്നിട്ട് എടുക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. ഏതായാലും റബ്ബ് സുബ്ഹാനഹു തആല ഏറ്റവും മികച്ച മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തുമാറാവട്ടെ. ഇഹത്തിലും പരത്തിലും ഉപയോഗമുള്ള നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളാക്കി റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെ ആക്കുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയത്തിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.